ഹലോ ഗായ്സ്, ചിക്കൻ ഫ്രൈക്ക് ശേഷം നമ്മുടെ അടുത്ത വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇന്നത്തെ വ്ളോഗ് എന്താണ്? ചൂരമുളകിട്ടതാണ് ഗായ്സ് ഇന്നത്തെ വ്ളോഗ്. അതിനായിട്ട് ഞങ്ങൾ ആദ്യം ചട്ടി ചൂടാക്കാൻ വെക്കുന്നു. ഇനി എന്ത് കറിയാണ്? ചൂരമുളകിട്ടത്. ഇതാണ് ഗൈസ് ചൂര. ഇതിനെ കേര ചൂര എന്നാണ് പറയുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഗൈസ് ഇത്. കൊച്ചുള്ളി, രണ്ട് തക്കാളി, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, കൊടംപുളി വെള്ളത്തിലിട്ടത്, പിന്നെ 2 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇത്രയാണ് ഇതിന്. വേറെ ഒരു പൊടിയും വേണ്ടല്ലോ, ഇത്ര പൊടിയാണല്ലോ. പിന്നെ ലാസ്റ്റ് കുറച്ച് ഉലുവാപ്പൊടി. ഓക്കെ ഗായ്സ്, ഇനി നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ്. ചൂര ഗായ്സ്, ചൂരയുടെ കണ്ണ് കണ്ടു ഗായ്സ്. ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ആദ്യം എന്താണ് ഇടുന്നത്? എണ്ണ ഒഴിക്കുകയാണ് ഗായ്സ്. ഗോവിന. അതിനുശേഷം അടുത്തെന്താണ്? എണ്ണ ചൂടാവുകയാണ് ഗൈസ്. ചതയ്ക്കുന്നത് വെളുത്തുള്ളി ഇതിന് വേണോ? വേണം. ഇത് ഏത് സ്റ്റൈൽ മീൻകറിയാണ്? ഓച്ചിറ സ്റ്റൈൽ മീൻകറിയാണ് ഗൈസ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓച്ചിറക്കാരുടെ മീൻകറി അല്ലേ? ഓക്കെ. എണ്ണ ചൂടായിട്ടുണ്ട് ഗൈസ്. അതിലേക്ക് എന്തോ ഒരു സാധനം ഇടുന്നുണ്ട്. എന്ത് സാധനം? കടുകാണ് ഗൈസ്. ഓച്ചിറ സ്റ്റൈൽ മീൻകറി എന്നാണ് പറയുന്നത്. വച്ച് വരുമ്പോൾ എന്ത് കറിയാവും നമുക്ക് പറയാൻ പറ്റില്ല ഗൈസ്. എന്തോ ഉലുവയാണ് ഗൈസ്. അത് ഉലുവ. നമ്മുടെ പൊട്ടിത്തെറി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിൽ ഉലുവ ഇടില്ലേ? അതിനുശേഷം എന്താണ് ഇടുന്നത്? കൊച്ചുള്ളി. അതിനെന്താണ് കൊച്ചുള്ളിക്ക് ഇത്ര? കൊച്ചുള്ളിയും ചേർക്കാം, സവാളയും ചേർക്കാം. ഓക്കെ. ഇത് കാണണം ഗൈസ്, എന്നിട്ട് പറയണം ഇത് ഓച്ചിറയിലുള്ള മീൻകറിയാണെന്ന്. അടുത്ത് നമ്മളിതിൽ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുന്നതിൽ നമ്മൾ വെളുത്തുള്ളി ഇടുകയാണ് ഗൈസ്. ഓച്ചിറക്കാർ ഇത് കാണുകയാണെങ്കിൽ ഇതിങ്ങനെയാണോ ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾ പറയണം ഗൈസ്. ഓച്ചിറക്കാർ കമൻറ്റ് ചെയ്യണം. ഓക്കെ. കുരുമുളക് പൊടി, മസാല കൂട്ടാണ് ഗൈസ്. വയറ്റി കൊടുക്കൂ. ആ സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കണം. ഗൈസ്, ഈ ചട്ടിച്ചോറി വാങ്ങിയപ്പോൾ കിട്ടിയ ചട്ടിയാണ് ഗൈസ്. തക്കാളി അരിഞ്ഞല്ലേ വയ്ക്കാൻ പറ്റില്ല, അരിഞ്ഞാതെ വയ്ക്കാൻ പറ്റില്ലല്ലോ. ഇനി അടുത്തെന്താണ്? ഇനി ചൂടുവെള്ളം ഇതിൽ ആഡ് ചെയ്യണം ഗൈസ്. ചൂടുവെള്ളം ഇപ്പോൾ ഒഴിക്കണം. ഓക്കെ, വരണ്ട് വന്നിട്ട് കാണാം ഗൈസ്. മീൻകറി ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ നല്ല മഴ ഗൈസ്, അടിപൊളി മഴ. വാ, സൂപ്പർ. വെള്ളം ഒഴിക്കാൻ പോവുകയാണ് ഗൈസ്. ചൂടുവെള്ളമാണ് ഗൈസ് ഇതിൽ ഒഴിക്കേണ്ടത്. ഇതിനകത്തോട്ട് ചൂടുവെള്ളമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്.
ചൂടുവെള്ളം. ചൂടുവെള്ളം. ഇനി ഈ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും പച്ചമുളകും അതിലേക്ക് ഇടുകയാണ്. ആവശ്യത്തിന് സാൾട്ട്. ഉപ്പ് ഉപ്പിട്ടു. ഇനി എന്തെങ്കിലും ഇടാണ്ടോ? ഇത് മീൻകറി വെക്കാൻ വളരെ സിമ്പിളാണല്ലേ? ഇനി ഇടാനുള്ളത് മീൻ മാത്രമേ. മീൻ മാത്രം ഇട്ടാൽ മതി. വെയിറ്റിംഗ് ഫോർ മീൻ. വെള്ളത്തിലേക്ക് ചാടാനിരിക്കുന്ന മീൻ. ഇപ്പം തിളച്ചിട്ടല്ലേ ഇടും? അപ്പോൾ തിളച്ചിട്ട് വരാം ഗൈസ്. ഇനി ഗ്രേവി തിളച്ചിട്ട് വരാം ഗൈസ്. ബ്ലിപ്പ് ഇടാൻ പോവുകയാണ് ഗൈസ്. ഫിഷ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഈ മീൻ മരിച്ചു പോയി ഗൈസ്. കോമഡി. ഇനി അടച്ചു വയ്ക്കാൻ പോകണം. ഇനി അടച്ചു വെച്ച് ഇത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കഴിക്കണം. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ. ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം ഗൈസ്. പിന്നെയും ബ്ലും ഗൈസ്. അങ്ങനെ മീൻ തിളച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു ഗൈസ്. മീൻ കറി ഓപ്പൺ ആക്കി. വൗ സെറ്റായി. വൗ വൗ. ഓക്കെയാണ്. അതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് തക്കാളി നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് തക്കാളി കഴിക്കാൻ കിട്ടുന്നത് അത് വെച്ച് 2 തട്ട് കറിവേപ്പിലയിട്ട് ഓക്കെ. അതിലേക്ക് ഒരു ശകലം ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഉലുവാപ്പൊടി. അപ്പം നമ്മുടെ ഓൾച്ചറ മീൻ കറി റെഡി ആയിരിക്കുകയാണ് ഗൈസ്. സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. തേങ്ങ ഫ്രീസറിൽ വെച്ചേക്കിരുന്ന് പുട്ടുണ്ടാക്കാൻ വേണ്ടി. തേങ്ങ തിരുവാൻ മടിയുള്ളവർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മതിയോ ഗൈസ്? തേങ്ങ തിരുവിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി ഗൈസ്. നമ്മളെടുത്തത് പുട്ടുണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. പുട്ട് കുറ്റിയിൽ വെള്ളം വെച്ചിരിക്കുകയാണ്. ഇനി മാവ് കുഴയ്ക്കാം. മാവിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് ഗൈസ്. കുഴയ്ക്കൂ മാവ് കുഴയ്ക്കൂ. തേങ്ങ ഫ്രീസറിൽ തിരുമ്മി മേടിച്ചിട്ട് ഫ്രീസറിൽ വെച്ചതാണ്. തേങ്ങ എന്തിനാണ്? മീനിലിടാനാണ്. മീനിലിടാനല്ല, ക്യാരറ്റ് പുട്ടുണ്ടാക്കാൻ. ഇന്ന് നമ്മുടെ കോമ്പിനേഷൻ ക്യാരറ്റ് പുട്ടാണ്. മീനിൻ്റെ കൂടെ ചുരമീനിൻ്റെ കൂടെ ക്യാരറ്റ് പുട്ടാണ് ഗൈസ്. ക്യാരറ്റ് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ക്യാരറ്റ് വെച്ചാണ് പുട്ടുപൊടി വെച്ച്. പിന്നെ പുട്ടുപൊടി വെച്ചാൽ പിന്നെ ക്യാരറ്റ് വെച്ചാണ് ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ. അതിന് ക്യാരറ്റ് വേണ്ടേ? ക്യാരറ്റ് ഓപ്പൺ ആവുന്നില്ല. ഇതാണ് ക്യാരറ്റ് ഗൈസ്. ഇത് ചോപ്പറിലിട്ട് അടിച്ചതാണല്ലേ? ഇത് പുട്ടുപൊടിയുടെ മിക്സ് ചെയ്യും. ഇതും തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ. ഇനി പുട്ടുപൊടി ഗൈസ് വേണം ഗൈസ്. ഇത് ടേസ്റ്റി നിബിൾസിൻ്റെ ആടോ? അതിലേക്ക് ക്യാരറ്റ് മിക്സ് ചെയ്യുകയാണ്. ക്യാരറ്റിൻ്റെ കൂടെ അടുത്തെന്താണ്? തേങ്ങ ടേസ്റ്റി നൂഡിൽസ് അങ്ങോട്ട് മാറിയിരിക്കാം. മിക്സ് ചെയ്യാം.
ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ പോകും. റെസ്റ്റ് ചെയ്യാനും മാവിനും റെസ്റ്റാ? മാവിനും റെസ്റ്റ് ചെയ്യും. ഓക്കെ, മാവിന് റെസ്റ്റാണ് ഗൈസ്. ഓക്കെ, വന്ന് ഇനി പുട്ട് നിറയ്ക്കുകയാണ് ഗൈസ്. തേങ്ങ തേങ്ങ ഇടുന്നു. അത് കഴിഞ്ഞ് ക്യാരറ്റ് പുട്ടിൻ്റെ മിക്സ് ഇടുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് തേങ്ങ ഇടുന്നു. തേങ്ങ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിടാം. കുറവ് വേണമെങ്കിൽ കുറവിടാം, കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. ഓക്കെ, വീണ്ടും മേളിൽ കുറച്ച് തേങ്ങയിട്ട് ചെയ്ത് അടുപ്പിൽ വെക്കുന്നു ഗൈസ്. പുട്ട് റെഡി ആയിരിക്കുകയാണ് ഗൈസ്. കൈ പൊള്ളി ഗൈസ്. നമ്മുടെ ബീട്രൂട്ട് പുട്ട് എങ്ങനെ ഇരിക്കുമെന്ന് ഇപ്പോൾ അറിയാം ഗൈസ്. ബീജം ഇടണോ? ഇതെന്തോ വാ, ഇതാണ് ഗൈസ് ബീട്രൂട്ട് പുട്ട് ഗൈസ്. അങ്ങനെ മീൻകറിയും പുട്ടും റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം ഗൈസ്. യമ്മി. അപ്പോൾ ഗൈസ്, നമ്മുടെ പുട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ആദ്യം കുറച്ച് മീൻകറി ഇങ്ങനെ ഒഴിക്കാം. ഇങ്ങനെ ഒഴിക്കാം. നല്ല ചൂടുണ്ട് ഗൈസ്. കുറച്ച് മീൻ ഇങ്ങനെ ഇടുക. എങ്ങനെയുണ്ട്? പുട്ടിന് ക്യാരറ്റും കൂടെ വന്നപ്പോൾ കൊള്ളാം, അടിപൊളി കൊള്ളാം ഗൈസ്. ഫിഷ് കറി ഓച്ചറയായ ഓച്ചിറ ഫിഷ് കറി ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഓച്ചിറ മീൻ കറി ഇതുവരെ കഴിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ ഇന്ന് കഴിച്ചല്ലോ. അപ്പം കുറച്ച് മീൻ കറി ഇങ്ങനെ ഒഴിക്കുക, ഈ പുട്ടിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ ഒഴിക്കുക. ഇത് കുറച്ച് മീൻ എടുക്കുക, ഇങ്ങനെ മിക്സ് ചെയ്യുക. സൂപ്പർ ഗൈസ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.